എല്ലാവർക്കും ഹാപ്പി ഡെസ്റ്റിനേഷനിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ ഡെസ്റ്റിനേഷൻ ഓഫ് ദ വീക്ക് എവിടെയാണെന്ന് അറിയണ്ടേ? വേറെ എവിടെയുമല്ല, കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തെട്ടകം എന്ന ഗ്രാമത്തിൽ വൈക്കം ഫിഷ് ഫാം ആൻഡ് അക്വാ ടൂറിസം വില്ലേജ് ആണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയാലോ? സിറ്റിയിലെ തിരക്കിനിടയിൽ നിന്നും ട്രാഫിക് ബ്ലോക്കിനിടയിൽ നിന്നും ഒക്കെ മാറി ഒരു ദിവസം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അതും കുറഞ്ഞ ചെലവിൽ അല്ലേ. അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് വൈക്കം ഫിഷ് ഫാം ആൻഡ് അക്വാ ടൂറിസം വില്ലേജ്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുന്നത് ഒരു അക്വേറിയമാണ്. അക്വേറിയം എന്ന് പറയുന്നത് വെറും ഒരു അക്വേറിയം അല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫ്രഷ് വാട്ടർ അക്വേറിയങ്ങളിൽ ഒന്നാണ്. ഫിഷ് ഫാമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് എവിടെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്വേറിയം. അപ്പോൾ ഈ അക്വേറിയത്തിൽ എന്തൊക്കെയാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് കാണാനുള്ളതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അല്ല ചേച്ചീനെ നമുക്ക് വിളിക്കാം. അല്ല ചേച്ചി വന്നോളൂ. താങ്ക് യു. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ വെറൈറ്റി ആയിട്ടുള്ളത് ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഇപ്പം നമ്മുടെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു എല്ലാ അക്വേറിയങ്ങളും നിങ്ങൾ പോകുമ്പം നമ്മളൊന്ന് ഫിഷിന്റെ ഭംഗി കാണും, എൻ്റെ പേര് എഴുതി വെച്ച് വായിച്ചു പോകും. ഇവിടെ അങ്ങനെയല്ല, പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. നമ്മൾ ആരെങ്കിലും ഗൈഡ് കാണും. ഓരോ ഫിഷിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. മനുഷ്യന് പല സ്വഭാവങ്ങളുണ്ട്, മീനുകൾക്കും പല സ്വഭാവങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് എന്ന് വെച്ചാൽ ഗോൾഡ് ഫിഷ് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഗോൾഡ് ഫിഷ് മുട്ടയിട്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ ദി കളറാണ്, ബ്രാസ് ഗോൾഡ് എന്ന് പറയും. കളർ ഇല്ല, ഗോൾഡൻ കളർ ഇല്ല, പിന്നീടാണ് കളർ ആവുന്നത് ഗോൾഡൻ കളർ. ഇതൊക്കെ ഗോൾഡ് ആണ്. ഗോൾഡ് എന്ന് പറഞ്ഞാലും ബ്ലാക്ക് കളറാണ്. എന്റെ കണ്ണ് കണ്ടോ, തൂങ്ങി തൂങ്ങി കിടക്കുന്നത് ബബിളൈ ഗോൾഡ് എന്ന് പറയുന്നത്. ഇതും ഗോൾഡ് ആണ്. SK ഗോൾഡ് എങ്കിൽ ശുഭൻകിൻ ഗോൾഡ്, അതിന് ചതമ്പലില്ല, സ്കെയിൽസ് ഇല്ലാത്തൊരു ഗോൾഡാണ്. അങ്ങനെ ഓരോ മീനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ അടുത്തത് കാണിച്ച ബാക്കിലേക്ക് വെക്കോ, കാണുന്നുണ്ട് ഒരു ഫിഷ്. അത് മറിഞ്ഞിരിക്കാൻ അതിന് ഒളിച്ചിരിക്കാനുള്ള ഇതാണ് ഫെദർ ഫിഷ് എന്ന് പറയും. കാക്കയുടെ തൂവല് പോലെ ഇല്ലേ, ബ്ലാക്ക് ഗോസ്റ്റ് എന്നും പറയാ. നിവർന്ന് നിൽക്കുമ്പോൾ ഒരു ഗോസ്റ്റ് നിൽക്കുന്ന തൊട്ട് എങ്ങനെ വേണമെങ്കിലും സ്വിം ചെയ്യാശാണ്. ഒരു ഫെദറിന്റെ അതേ ഇത് തന്നെ, അറ്റത്ത് മാത്രം വൈറ്റ് കളറായിട്ട് അതിനെ ഒളിച്ചിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. ഹൈഡ് ചെയ്യും. ഫീഡിങ് ടൈം മാത്രം മോളി വരും. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകിച്ച് അതിന്റെ ടെയിലിന്റെ അറ്റത്തുനിന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫോം ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓരോ ഏഞ്ചൽ ഫിഷ്. ഏഞ്ചൽ ഫിഷ് എന്ന് ഒരുപാട് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ്. കരിമീൻ്റെ വർഗ്ഗത്തിലാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഗോൾഡ് ഫിഷൊക്കെ മെയിൽ ഫീമെയിൽ ഇട്ടാൽ അവർ ബ്രീഡാവും. പക്ഷെ അതേസമയം ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ അവർ തന്നെ പെയറിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, കരിമീനും അങ്ങനെ തന്നെയാണ്. പിന്നെ ലൈഫ് ലോങ് ഒരു പെയറായിട്ട് അവർ ജീവിക്കുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും മുട്ടയിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ കെയർ എടുക്കും. ഭയങ്കര കെയർ കൊടുക്കുന്ന പാരന്റൽ കെയർ. ഓക്കെ, അതുപോലെ ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ആയിട്ടുള്ള ഒരു മീന് മറ്റേ പാമ്പിനെ പോലെ ഉള്ളത്. അതെ, അപ്പം ഇതാണ് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചേ, പാമ്പിനെ പോലെ തന്നെ. ഈൽ എന്ന് പറയാ, ഫ്രഷ് വാട്ടർ ഈലുണ്ട്, നമുക്ക് മറൈൻ ഈലുണ്ട്.
അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മുടെ കുളങ്ങള് പുഴയിലൊക്കെ ഉള്ളത്. ഇത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത് ഇത് മണ്ണിന്റെ അടിയിലാണ് ജീവിക്കുന്നത്. പുഴയിലൊക്കെ മീനെ പിടിക്കാൻ വേണ്ടി മാത്രമേ മുകളിലേക്ക് വരുള്ളൂ. പിന്നെന്ന് വെച്ചാല് ഇത് ഫീമെയില് 1 ടൈം ബ്രീഡിങ്ങേ ഉള്ളൂ. ഒരു പ്രാവശ്യം മുട്ടയിട്ട് ജീവിതത്തില് ചത്തുപോകും. പണ്ട് ഒരു 5-6 വയസ്സാകുമ്പോഴേ ബ്രീഡിങ് വരുന്നത്. അപ്പൊ ആ ബ്രീഡിങ് ടെൻഡൻസി വരുമ്പോ ഇവര് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവര് മറൈൻ ഉപ്പുവെള്ളത്തിലേക്ക് പോകും, കടലിൽ പോകും. അപ്പൊ നമ്മുടെ ഇവിടെ ഇടുക്കിയിലോ ഏത് സ്ഥലത്തായാലും ഇത് കിലോമീറ്റർ യാത്ര ചെയ്ത് കടലിന്റെ എൻട്രൻസ് ടു ദി സീ അകത്തേക്ക് പോയില്ല, അവിടെ മുട്ടയിടും, ഇത് ചത്തുപോകും. കുഞ്ഞുങ്ങൾ കുറെ നാൾ അവിടെ ജീവിക്കും. തിരിച്ച് അമ്മ എവിടെ നിന്ന് വന്നേ അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. അപ്പൊ ആരും പറഞ്ഞത് വിശ്വസിക്കില്ല ഇങ്ങനെ ഒരു പരിപാടി നടപ്പുണ്ട്. ഇത് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന മീൻ മുട്ടയിടാൻ വേണ്ടി ഉപ്പുവെള്ളത്തിൽ അങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് അങ്ങനെ ഒരു ഇതാണ് റിസർച്ച് ഒക്കെ ചെയ്ത. എവിടെയായാലും യൂറോപ്പിലായാലും ആഫ്രിക്കയിലായാലും എവിടെയായാലും ഈ ഒരു ഇതാണ് ഫ്രഷ് വാട്ടർ ഈൽ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആയുർവേദ ഗുണങ്ങളുണ്ട്. ഒരു വഴുവഴുപ്പുണ്ട്, അത് ഈ പൈൽസ്, ആസ്മ അതിനൊക്കെ ഒരു ഒറ്റമൂലിയായിട്ട് കണക്കാക്കുന്നതാണ് അത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത പാമ്പാണോ മീനാണോ എന്ന് അറിയാൻ വേണ്ടി ഏറ്റവും നോക്കേണ്ടത് അതിന്റെ ഗിൽസ്, സൈഡിലുള്ള ഫിൻസ് കണ്ടില്ലേ, ആ ഫിൻസ് നോക്കുക. അതെ, ശരിയല്ലെന്നുണ്ടെങ്കിൽ നമ്മള് പാമ്പാന്ന് വിചാരിക്കുള്ളൂ. അപ്പൊ ഇതാണ് ഏറ്റവും അധികം ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഫിഷ് എന്ന് പറഞ്ഞാല് തല കണ്ടില്ലേ. അതെ, ഫ്ലവർ ഹോൺ എന്നാണ് പേര്. മെയിൽ ഫിഷിനാണ് ഹോൺ വരുന്നത്. സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ട് ആ ഹോൺ വരാനായിട്ട്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള. അപ്പൊ ഇത് ചൈനീസ് വാസ്തുവിൽ ഇതൊരു ഭാഗ്യം കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരു മീനാണ്. അപ്പം ഇതും ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യന്റെ തൊട്ട് പല സ്വഭാവങ്ങളുണ്ട് മീന്. ഇതൊരു ഇച്ചിരി ദേഷ്യക്കാരനാണ്, എല്ലാവരും പെട്ടെന്ന് ആക്രമിക്കും. അപ്പൊ ഇവര് നമ്മൾ അക്വേറിയത്തിലൊക്കെ വളർത്തുമ്പോൾ ഒറ്റയ്ക്കോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം വളർത്താനായിട്ട്. ഇതാണ് നമ്മുടെ വരാൽ എന്ന് പറയുന്നത്, വാഗവരാല്. ഇതിന്റെ പേര് പാണ്ടൻ വാഗ എന്ന് പറയേ. ജന്മന അതിനൊരു കേർവുള്ള കേട്ടോ, സ്ട്രെയിറ്റ് ആണ് വരേണ്ടത്. ഇതിന്റെ ഇംഗ്ലീഷ് പേരൊന്ന് പറയാവോ ഈ മീനെ നോക്കിയിട്ട്? സ്നേക്ക് ഹെഡ്, പാമ്പിന്റെ തല പോലെയാണ് സ്നേക്ക് ഹെഡ് ഫിഷ് എന്നാണ് പറയുന്നത്. അപ്പൊ അവനറിയാം നമ്മൾ ഫീഡ് ചെയ്യാൻ വന്നിരിക്കുവാന്ന്. ഇപ്പൊ അടുത്തതായിട്ടുള്ളത് പാരറ്റ് ഫിഷ് കേട്ടോ. പാരറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചുണ്ട് കണ്ടോ, തത്തയുടെ ചുണ്ട് പോലെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പാരറ്റ് ഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജനിക്കുമ്പോൾ അതിന് കളർ കുറവാണ്, പിന്നെ ആർട്ടിഫിഷ്യലി കളറിങ് ആക്കിയെടുക്കുന്നതാണ്. റെഡ്, ബ്ലൂ, ഗ്രീൻ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ഉമ്മയൊക്കെ തരാൻ വളരെ താല്പര്യമുള്ള മീനാണ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഷാണ് മാന്തൽ അല്ലെങ്കിൽ സോൾ ഫിഷ്. നമ്മുടെ ഷൂസിന്റെ ഒക്കെ സോള് പോലെ ഇരിക്കും കണ്ടോ. അപ്പൊ ഇതിന്റെ നമ്മൾ കഴിച്ചു കാണും, കായലിലൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ജനിച്ചൊരു 2 മാസം വരെ നോർമൽ ഫിഷ് പോലെയാണ്, 2 സൈഡിലും കണ്ണൊക്കെ ആയിട്ട്. പിന്നെ 2 മാസം കഴിയുമ്പോൾ എല്ലാ സാധനം കൂടി ഒരു സൈഡിലേക്ക് വരും, ചവിട്ടിയ പോലെ. അപ്പം അക്വേറിയത്തിലെ കുറെ അധികം അലങ്കാര മത്സരങ്ങളെ ഒക്കെ ചേച്ചി പരിചയപ്പെടുത്തി തന്നു. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇനി അടുത്ത ഷെൽസിന്റെ ഒരു മ്യൂസിയം ഉണ്ട്. കേരളത്തിലെ ആകെയുള്ള ഒരു മ്യൂസിയം ആണ് ഷെൽസ്, കക്കാശങ്ക്. അപ്പോൾ കുറേ അധികം കളക്ഷൻ ഉണ്ട്. അത് ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും, വെറുതെ കണ്ടുപോലല്ല, അത് നമുക്ക് കാണാം. ഓക്കെ. ഇതാണ് നമ്മുടെ ഷെൽസിന്റെ മ്യൂസിയം. അതെ. അപ്പം ഇനിയുള്ളത് ഗീത പറഞ്ഞു തരും. അതെ, പുള്ളിക്കാരത്ത് എന്റെ ഗൈഡാണ്. കുറച്ച് കാര്യങ്ങൾ. ഓക്കെ ഓക്കെ. അപ്പോൾ അല്ല ചേച്ചി പറഞ്ഞ പോലെ ഇനി നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഗീത ചേച്ചിയാണ്. നമുക്ക് ഗീത ചേച്ചിൻ്റെ അടുത്ത് ചോദിക്കാം അല്ലേ? ഹായ്. ഹായ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ? കുറേ അധികം വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെയാണ്? ഇവിടെ ഷെൽസിന്റെ കളക്ഷനാണ്, സീ ഷെൽസിന്റെ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെൽസ് ആണുള്ളത്. ശംഖുകളുണ്ട്, അതുപോലെ കക്കകളുണ്ട്. അപ്പോൾ ശംഖുകൾ തന്നെ പല വെറൈറ്റി ഉണ്ട്, പല ആകൃതിയിലുണ്ട്, പല വലിപ്പത്തിലുണ്ട്. എന്താണെങ്കിൽ പോലും 2 ടൈപ്പാണ്, വലംപിരി, ഇടംപിരി, അങ്ങനെ 2 ടൈപ്പ് ശംഖുകളാണുള്ളത്. ഇതിൽ വലംപിരി ശംഖ് എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയും ഇടംപിരി ശംഖ് നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ പോസിറ്റീവ് എനർജിയുള്ള ശംഖുകളാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ വയ്ക്കുന്നു, വീടുകളിലൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ ശംഖ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഭിമുഖമായിട്ട് പിടിക്കണം, പിടിക്കുന്നവർക്ക് നേരെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പണിംഗ് റൈറ്റ് സൈഡിൽ വരണം, അത് വലംപിരി ശംഖ്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഇടംപിരി ശംഖ്. സാധാരണ ഇടംപിരി ശംഖ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല.
ഓക്കെ. ഈ വലത്തേക്ക് വരുന്നതാണ് നമ്മുടെ അമ്പലത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വലംപിരി ശംഖ് വളരെ റെയറാണ് നമ്മുടെ ഇന്ത്യയിൽ. കാരണം നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ വലംപിരി ശംഖിൻ്റെ ജീവികൾ കുറവാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വലംപിരി ശംഖിന് ഇന്ത്യയിൽ ഭയങ്കര വിലയാണ്. അപ്പം പല വെറൈറ്റി ഉണ്ട്. പിന്നെ ഈ ശംഖിലുള്ള ജീവി എന്ന് പറഞ്ഞാൽ സ്നെയിലുകളാണ്, ഉച്ചകൾ. ഇവർക്ക് 100 വർഷം വരെ ആയുസുള്ളതാണ്. അപ്പൊ ഈ ശംഖ് ഒരു പരിധി വരെ ഈ ശംഖുകൾ വലുതാവുകയുള്ളൂ. അതിന് ശേഷം ഈ ശംഖുകൾക്ക് കട്ടി വെക്കുകയാണ്, തിക്നെസ് വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇത്രയും കട്ടി വരുന്നത്. അത് തന്നെ. അപ്പൊ പ്രായം കൂടുന്നതിനനുസരിച്ച് അതിന്റെ വെയിറ്റ് കൂടും. ഷെല്ലിന്റെ തിക്നെസ് വർദ്ധിക്കുവാണ്, അതിനനുസരിച്ച് വെയിറ്റ് കൂടും. ഓക്കെ. ഇതൊക്കെ എപ്പോന്ന് വെച്ചാൽ ഇതത്ര വലിയ കട്ടി വരുന്നില്ല. ഇല്ല, ഇതൊക്കെ അധികം പ്രായമായിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനാണ് പ്രായമുള്ളത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഷെല്ല്. ഇതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷെല്ലുകളിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ്. പക്ഷെ ഇവർക്ക് പ്രായം കുറവാണ്. കണ്ട, കട്ടിയില്ല, കട്ടി കുറവാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്. കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രായമായിട്ടില്ല എന്നുള്ള. പിന്നെ ഈ ശംഖ് ഇങ്ങനെ ഊതാൻ പറ്റും കേട്ടോ, ഊതാൻ പറ്റും. നോക്ക്, കണ്ട, തീരെ ചെറിയൊരു സുഷിരാണ്, ഇതിലൂടെയാണ് നമ്മൾ ഊതുന്നത്. അപ്പൊ കിലോമീറ്റർ ദൂരത്തേക്ക് ഇതിന്റെ ശബ്ദം പോകും. ഞാൻ ഊതി നോക്കട്ടെ. സൗണ്ട് കേൾക്കുന്നില്ല. ലിപ്സ്റ്റിക് പറ്റി നോക്കി. ഞാൻ ശ്രമിച്ചിട്ട് സൗണ്ട് ഒന്നും കേട്ടില്ല. എന്തായാലും ഗീത ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ നോക്കാം, സൗണ്ട് കേൾക്കും നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം. അതെ. പറ്റുള്ളൂ. അതിന്റെ എക്കോ കേട്ടോ. അതാ കിലോമീറ്റർ ദൂരത്തേക്ക് ശബ്ദം പോവും. ഇത് ശരിക്കും നമ്മളെ നെഗറ്റീവ് എനർജിയാണ്. സാധാരണ നമ്മൾ ഇത് യൂസ് ചെയ്യല, ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം. അത് എടംപിരി ശംഖ് ആയതുകൊണ്ട് ഇത് ഊതാൻ പാടില്ല സാധാരണ, അങ്ങനെയാണ് വിശ്വാസം. അതെ അതെ. അപ്പോൾ പലതരത്തിലുള്ള ശംഖിന്റെയും പിന്നെ അതിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്നും പിന്നെ പേളും ഒക്കെ കാണിച്ചു വന്നു. പിന്നെ അതിലെ ഏറ്റവും വലിയൊരു കാര്യം മറ്റേ ശംഖ് ഊതിയതായിരുന്നു. ഞാൻ അത്രയും അടുത്ത് നിന്നിട്ട് അത് ഫസ്റ്റ് ടൈം കാണുക. അത് ചേച്ചി പറഞ്ഞു പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എളിമയൊക്കെ ഇട്ടിട്ടാണെങ്കിലും കിഡിലായിട്ട് ആ സാധനം നമുക്ക് കിട്ടി. അപ്പോൾ താങ്ക് യു ചേച്ചി. ഓക്കെ, വെൽക്കം. അപ്പം നമുക്കിനി അടുത്തതിലേക്ക് പോയാം. ശരിക്കും എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഫീൽ എന്താണെന്നറിയോ, നമ്മളൊരു വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിക്ക് അമ്മ വീട്ടിലൊക്കെ പോയില്ലേ, ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. മാങ്ങയും പൊട്ടിച്ചെടുത്ത് നല്ല ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിച്ച് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഈ ഒരു കാഴ്ചയൊക്കെ കാണാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആണ്. നമ്മുടെ ഇവിടുത്തെ വൈക്കം ഫിഷ് ഫാമിലെ ഒരു ആക്ടിവിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ കുട്ടവഞ്ചിയിൽ നമുക്ക് നമ്മുടെ സാരഥിയായിട്ട് നമ്മുടെ ഇവിടുത്തെ ആന്റണി ചേട്ടനുണ്ട്. ആന്റണി ചേട്ടൻ തുഴയുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ എന്താ പറയുക, ടെൻഷനൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. കാരണം ഞാൻ തന്നെ ഫസ്റ്റ് ടൈമാണ് കുട്ടവഞ്ചിയിൽ കയറുന്നത്. നല്ല പേടി ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ ആന്റണി ചേട്ടൻ കുറേ വിശ്വാസവും ധൈര്യമൊക്കെ തന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ തുഴഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് തണലിലേക്ക് മാറാനുള്ളൊരു പോക്കിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടവഞ്ചി മാത്രമല്ല കേട്ടോ, കയാക്കിങ്ങും ഉണ്ട്. അപ്പോൾ ആന്റണി ചേട്ടാ, എങ്ങനെയാ ഏറ്റവും കൂടുതൽ തിരക്ക് ഏത് ദിവസം വരാറ് ഇവിടെ? ഞായറുമാണ് കൂടുതൽ തിരക്ക് വരുന്നത്. ഇപ്പൊ പിള്ളേർക്ക് പരീക്ഷ ആയതുകൊണ്ട് ചില ആള് കുറവുണ്ട്. എന്നാലും ഇട ദിവസങ്ങളിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇപ്പോൾ നമ്മൾ ഫിഷ് അപ്പം തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നു, പിടിച്ച് ലൈവായിട്ട്. അത് കാരണം ആൾക്കാർ വരുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, വരുന്നുണ്ട്. അതെ അല്ലേ, നമുക്ക് ചൂണ്ടയിടാനും പറ്റുമല്ലേ? സൗകര്യമുണ്ട്. കൊണ്ടുപോയിട്ട് നമ്മൾ പിടിക്കുന്ന മീൻ നമുക്ക് അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് റെഡിയാക്കി തരും. അങ്ങനെയാണ്. അതാ നമ്മൾ ഇവിടുന്ന് നമുക്ക് ചൂണ്ടയിട്ട മീൻ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം. അത് ഇവിടുന്ന് തന്നെ ഡ്രസ് ചെയ്ത് തന്നുവിടുകയും ചെയ്യും.
പറഞ്ഞല്ലോ കൊട്ടവഞ്ചിയിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വേറൊന്നുമല്ല, മെയിൻ ഫസ്റ്റ് വരുന്നൊരു തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സേഫ് ആണ് എന്നുള്ളതാണ്. കാരണം മറിഞ്ഞു പോകുക എന്നുള്ളതാണ് എൻ്റെ പേടി. പക്ഷേ ആന്റണി ചേട്ടൻ ആ കാര്യത്തിൽ എന്നെ സേഫ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ദാ ഇങ്ങനെ പോകുമ്പോഴേക്ക് നമുക്ക് ആ ഒരു തണുത്ത കാറ്റും കൂടെ ഒക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് കൊള്ളാം, സൂപ്പർ എന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാൻ വരുന്നില്ല. ആന്റണി ചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ നമുക്ക് ചോദിക്കാനുണ്ട് കേട്ടോ, നമുക്ക് ചോദിക്കാം. നമ്മുടെ ഫിഷ് ഫാമിലി ഈ പറഞ്ഞ കുട്ടവഞ്ചിയും കയാക്കിങ്ങും മാത്രമല്ല ആക്ടിവിറ്റീസിലുള്ളത് കേട്ടോ. കുറച്ചധികം ഗെയിംസ് ഉണ്ട്. ഗെയിമിൻ്റെ ഭാഗം എന്ന് പറയുന്നതുകൊണ്ട് ആ ഭാഗത്തായിട്ട് വരും. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. അതെന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും ആന്റണി ചേട്ടൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ കുട്ടവഞ്ചിന്നും കയാക്കിങ്ങും ഒക്കെ ഇറങ്ങി. ഇനി അടുത്ത ആക്ടിവിറ്റി ഇവിടെ കുറച്ചുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഗെയിമിങ് ആക്ടിവിറ്റീസ്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം. നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആന്റണി ചേട്ടൻ നമ്മുടെ പുറകിന് വരുന്നുണ്ട്. കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറെ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അവർക്കാണ് ഇത് കാണുമ്പോൾ ഒന്നും കൂടി മറ്റേ എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടുതൽ തോന്നുക നമ്മളെക്കാളും. കുട്ടികളെ കൊണ്ട് വന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ദേ കയറി വരുമ്പോഴേ ഇവിടെയൊക്കെ ചാടിക്കറി മറിയാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ അധികം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം കുട്ടികളുടെ കാര്യമാണ് കാണുന്നത്. നമ്മുടെ വലിയവരുടെ കാര്യം കൂടെ നമുക്ക് അറിയണ്ടേ. ആന്റണി ചേട്ടൻ അപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്റണി ചേട്ടൻ വരുന്നുണ്ട്. അപ്പം ആന്റണി ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള. ചേട്ടനാണെങ്കിൽ പറഞ്ഞില്ലായിരുന്നോ കുറെ അധികം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പം ഇവിടെ എന്താ പരിപാടി? ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു ഗെയിമാണ്. നമ്മൾ ഫസ്റ്റില് അതിലേ കയറി ഇറങ്ങി ഇതിന്റെ അകം വഴി നൂണ്ട് കയറി വന്ന് ഇതേ കൂടി ചവിട്ടി പോയി പിന്നെ ഇതിൻ്റെ അകത്ത് കാല് വെച്ച് ഇങ്ങനെ ഒരു ഗെയിമാണത്. എല്ലാം മത്സരത്തിലും പങ്കെടുത്ത് ജയിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് കിട്ടി. ഇത് ചവിട്ടി ഈ കാലേന്ന് പോകാതെ തന്നെ ഈ കാല് ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ച് അങ്ങനെ ചവിട്ടി അപ്പുറത്ത് വരണം. എല്ലാത്തിലും അതുപോലെ ചവിട്ടി കാല് നിലത്ത് പൊട്ടിക്കാൻ പാടില്ല. ഓക്കെ. എന്നിട്ട് ഇതില് കേറിയിട്ട് കാല് ഇതേ തൂങ്ങി അപ്പുറത്ത് കിടന്ന് അതുവഴി നീന്തി മൊത്തം ജയിക്കുന്നവർക്ക് സമ്മാനം. ഒന്നിനും പരാജയപ്പെടാതെ. നമ്മൾ ഈ കണ്ട സാധനം അപ്പൊ ഒരു ടാസ്ക് ആണ് ഇത്. മൊത്തം ഇത് ചെയ്യുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നത്. പണ്ട് പോഗോ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മറ്റേ പോകുന്ന സംഭവം, അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് വരുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി വലിയവർക്ക് വേണ്ടിയിട്ട് എന്താ? വലിയവർക്ക് വേണ്ടി അപ്പുറത്തുണ്ട് 10 ബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, അമ്പെയ്ത്തുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ട്. അതെ, അതായത് കുട്ടികൾക്കും ഈ പറയുന്ന പോലെ വലിയവർക്കും ഒരുപോലെ ചെയ്യാവുന്ന ഗെയിമുകളാണ്. ഇത് തീരെ മറ്റേ സ്കൂൾ കുട്ടികൾക്ക് അങ്ങനെ ഇത് തീർന്ന് പിള്ളേർക്കുള്ള. ഓ, വലിയവർക്ക് എന്ന് പറയുമ്പോ അപ്പുറത്തെ പോലെ മറ്റേ ടാസ്ക് അല്ല, ഓരോ ഗെയിമാണ്. അത് ജയിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കും. എന്താ സമ്മാനം കൊടുക്കുന്നത്? സമ്മാനം ഫാൻ പോലത്തെ പിള്ളേർ കളിക്കുന്ന ഫാൻ ഉണ്ട്, ചായ പെൻസിലുണ്ട്, പിന്നെ ടിഫിൻ ബോക്സ് ഉണ്ട്. അപ്പം ഇതാണോ അപ്പൊ സമ്മാനം? 10 ബോളും മറിച്ചിടുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നതാണ്. അതെ, ഇതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ടാവും. ഇത് 3 ബോളാണ്, 3 ചാൻസ്. ഈ 3 ചാൻസിനുള്ളിൽ അതെല്ലാം മറിച്ചിടണം.
അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എനിക്കും സമ്മാനം കിട്ടുമോന്നൊന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോവാം. ഈ പറയുന്ന പോലെ ഈ 10 പിൻ ബോളിങ്ങും ഈ റിംഗ് ടോസ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് എടുക്കുന്നതിന് നമുക്ക് പാക്കേജ് ആയിട്ട് കൊടുക്കുന്നു. പാക്കേജിൽ വരുമ്പോൾ ഫുഡ് ഈ ഗെയിം എല്ലാം അതിൽ പെടും. അതെ, അപ്പം ടിക്കറ്റ് എടുക്കുന്ന ടൈമിലേക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ഗെയിം അപ്പുറത്ത് വേറെ ഗെയിം ഇനിയുണ്ട്. അതെ, ഞാൻ ഇവിടെ കണ്ടു റിംഗ് ടോസ് ഉണ്ട്. ഈ അടുത്തത് ബിഗ് ബോൾ ഉണ്ട്, മറ്റേ ഷൂട്ടിംഗ് ഉണ്ട്, പിന്നെ ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്. ഇങ്ങനെ ഗെയിമായിട്ട് അങ്ങോട്ട് ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങോട്ട് പോകുമ്പോ എല്ലാം അതാണ് ഓരോ ഗെയിമാ പിന്നെ നടക്കുന്നത്. പിന്നെ അത് ഉച്ച ടൈമിന് നമ്മൾ ലഞ്ച് കൊടുക്കും. ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഗെയിമിലേക്ക് പിന്നെ പോകും. അതെ, ഈ ഗെയിം അത് ശരിയല്ലേ, നമ്മൾ കേറി ഇതെല്ലാം ട്രൈ ചെയ്ത് വരുമ്പോ തന്നെ ലഞ്ച് ടൈം ആവും. ലഞ്ച് ടൈം കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും നമ്മൾ ഗെയിമിലേക്ക് പോകും. അടുത്ത ഗെയിമാണ് ആ ബോൾ നമ്മൾ അതിലിടുന്ന കളർ അടിച്ചേക്കുന്നതിൽ വീഴുമ്പോൾ അവർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു ഗെയിമാണത്. അതായത് കളർ ഇല്ലാത്ത വീണ കിട്ടില്ല, കളറുള്ളതിൽ വീണ സമ്മാനമുണ്ട്. ഇവിടുന്ന് ഗെയിം കളിച്ചിട്ടൊരു ചെറിയ ടിൻ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ കിട്ടുകയെന്ന് അറിയില്ല, നോക്കാം അല്ലേ. ഇവിടെ എത്ര മണിയാകുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും? രാവിലെ 9 മണിയാകുമ്പോൾ സ്റ്റാഫ് എല്ലാം വരും. 10 മണിയാകുമ്പോൾ ഗസ്റ്റ് വരും. 5:30 വരെ. അതിനുള്ളിൽ ഇവിടെ ഓരോ പരിപാടി ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം വരെയുള്ള എൻജോയ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. 5:30 വരെ ഇവിടെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ സ്റ്റേക്ക് വേണ്ടിട്ട് ആൾക്കാർ സ്റ്റേക്ക് നോക്കുന്നുണ്ട്. അടുത്ത ഒരു റൂമും കാര്യങ്ങളും ഇവിടെ പണിയാനായിട്ടുള്ള ഒരു ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇനി അടുത്ത ഇതില് ഒരു റൂം, 3 റൂം ആദ്യം തുടങ്ങാനുള്ള പ്ലാനാണ്. ഈ മാസം പകുതിയോടുകൂടി തുടങ്ങാനുള്ള പ്ലാനിൽ നിൽക്കുക. ചേട്ടൻ എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്യാൻ? 5 വർഷമായി. 5 വർഷമായി. ഇവിടെ വന്നതിന് ശേഷമുള്ള ചേട്ടൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാൻ എന്തായിരിക്കും? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുക, വരുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. കൊട്ടവഞ്ചിയാലും മീൻ പിടിക്കാനും മീൻ അന്നേരം ഫ്രൈ ചെയ്യാനും എല്ലാ സംവിധാനം കൊടുക്കുന്ന കാരണം വേറെടുത്തുനിന്ന് ഗസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതെ, പിന്നെ സ്കൂൾ കുട്ടികളുണ്ട്. സ്കൂൾ കുട്ടികളാണ് കൂടുതലും വരുന്നത്. ഈ സ്കൂളിൽ നിന്ന് തന്നെ ടൂർ കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു 10, 100, 120, 150 പിള്ളേരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ പരീക്ഷ ആയതുകൊണ്ടാണ് ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇനി വെക്കേഷൻ ആകുമ്പോൾ ഫാമിലി ആയിട്ട് വരും. അല്ലാതെ കൂടുതലും എനിക്കൊന്ന് സ്കൂൾ ടൂറില് കുട്ടികളാണ് കൂടുതലും വരുന്നത്. അതെ, അവർക്ക് ഈ അക്വേറിയവും അതായത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനും അല്ലേ, മീനെ സാധനങ്ങളെല്ലാം കാണാനായിട്ട് എല്ലാ സൈസ് മീനുകളുണ്ട്. കക്കായുണ്ട്, എല്ലാ സൈസ് കക്കായുണ്ട്. പിന്നെ ഓരോ ബോട്ടിലുകൾ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പരിപാടി ഇതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം പിള്ളേർ കാണുക, പഠിക്കുക. ഏത് സീസണിലാണ് എനിക്കൊന്ന് കൂടുതലും ആൾക്കാർ വരുന്നുണ്ടാവുക? കൂടുതലും വരുന്നത് ഫെബ്രുവരി, മാർച്ച് ആ ഇതിലാണ്. ഇപ്പൊ പിന്നെ എല്ലായിടത്തും ഇതൊക്കെ ഇങ്ങനെ ഫുഡിന്റെ കേസ് കിട്ടി ഇതായതുകൊണ്ട് ഇപ്പൊ ഫുഡ് കഴിക്കാനാണ് കൂടുതലും ആൾക്കാർ വരുന്നത്. അതെ, അപ്പൊ നമ്മുടെ ഗെയിമിംഗ് ആ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി എന്താ പറയാ, ഭയങ്കര വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ നമുക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് സെഗ്മെന്റ് ഏതാ? ഫുഡ് പാത്ത്. അപ്പൊ നമുക്ക് ഫുഡ് പാത്ത് എന്ന സെഗ്മെന്റിലേക്ക് പോകാം. നല്ല എന്താ പറയാ, കരിമീൻ പൊള്ളിച്ചതൊക്കെയാണ് എൻ്റെ മൈൻഡിലേക്ക് ഇപ്പോൾ വരുന്നത്. അവിടെ എന്തൊക്കെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലാണ് കേട്ടോ. അപ്പം അതൊക്കെ തുറന്ന് നോക്കിയാലോ എന്താണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന്.
നമ്മുടെ അനില ചേച്ചി വന്നു. അനില ചേച്ചിയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി, അനില ചേച്ചിയും ബിബിൻ ചേട്ടനും കൂടെയാണ് ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ കണ്ട ആക്ടിവിറ്റീസിന്റെ ആണെങ്കിലും ഈ പറയുന്ന സ്ട്രക്ചറിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും മാസ്റ്റർ പ്ലാൻ ആയിട്ടുള്ള ഒരാളാണ്, അതായത് മാസ്റ്റർ പ്ലാനിന്റെ ഒരാളാണ് ഈ നിൽക്കുന്നത്. അനില ചേച്ചി, അതായത് ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതായത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കിട്ടിയത്. എന്താണ് ഇതിന് പിന്നിലുള്ളത്? വെച്ചാൽ നമ്മൾ എല്ലായിടത്തും അത് ഫ്രൈ ചെയ്തിട്ടാണ്, ഹോട്ടൽസൊക്കെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യും, എന്നിട്ടാണ് അവർ ഈ ഗ്രേവിയിൽ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, ഗ്രേവി പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഫ്രഷ് ആയിട്ട് തന്നെ ഫിഷ് അതിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ടൈം കൺസ്യൂമിങ് ആണ്, തിരിച്ച് മറിച്ചിട്ട് കുറേ പ്രാവശ്യം ചെയ്തിട്ട് വേണം ഇങ്ങനെ ആക്കിയെടുക്കാൻ. അപ്പം അതിൻ്റെ ആ ജ്യൂസിനെസ് കാണും ഫ്ലഷിൻ്റെ. പിന്നെ പ്രത്യേകിച്ച് ഇവിടുന്ന് പിടിക്കുന്ന ഫിഷും കൂടി ആയാൽ അതിന്റെ ഒരു ഫ്രഷ്നസ് കൂടുതൽ കാണും. അതെ, ഇതാണോ ഇവിടുത്തെ ഒരു വെറൈറ്റി ഡിഷ്? നമ്മുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ കരിക്ക് ഇതും കൂടി ഉള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ട്, കരിക്കില് കരിമീൻ പ്രിപ്പയർ ചെയ്തത്. അതെങ്ങനെയാ? അത് നമ്മൾ കരിക്കിന്റെ വെള്ളത്തിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നത്. ഗ്രേവി കുറവായിരിക്കും, അപ്പൊ അതിന്റെ ഒരു ഫിസിനെസ് പോലെ കാണും കരിക്കിന്റെ. അതെങ്ങനെയാ നമ്മള് മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച്? ഓക്കെ, അപ്പം ഇതാണ് മെയിൻ ആൾക്കാരെ ഇവിടെ പിടിച്ചു നിർത്തുന്ന സംഭവം. അതെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് ലഞ്ചിന്റെ ഒപ്പം കൊടുക്കാതെ അതിന് മുമ്പായിട്ട് തന്നെ കൊടുക്കുവേ. പ്രത്യേകിച്ച് കരിമീന്റെ മുള്ളു സൂക്ഷിക്കണം. പിന്നെ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഞങ്ങള് ഫുഡ് ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ടാട്ടോ ഈ കരിമീൻ പൊളിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഊണ് വേറെ ഉണ്ട്, അതിലെന്തൊക്കെയാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. എന്തൊക്കെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഊണിൽ? അത് ഊണിന്റെ സമയത്ത് കണ്ടാ പോരെ. അതെ, സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ. ഓക്കെ, കഴിക്കും. ഓക്കെ, ഓക്കെ. മുളക് വന്നു. ഇത് അച്ചാറ്, ഉണക്കമാങ്ങ ഈന്തപ്പഴം അച്ചാർ. ഉണക്കമാങ്ങ ഈന്തപ്പഴം അച്ചാറാണ്. ടേസ്റ്റ് ചെയ്യാം. പൈനാപ്പിൾ പച്ചടി എൻ്റെ ഫേവറേറ്റാ. വാഴക്കൂമ്പ് തോരൻ. കൊറേ ഉണ്ട് ഗൈസ്, കറികൾ നിരക്കുന്നതേ ഉള്ളൂ. ചെമ്മീനും കായയും മെഴുക്ക് വരട്ടി. ചെമ്മീൻ കിട്ടുക. എനിക്ക് ഈ വിളമ്പി വെക്കുമ്പോഴേ എടുത്ത് വെച്ച് ടേസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ കറികളെല്ലാം എത്തിയ സ്ഥിതിക്ക് എത്തിയിട്ടില്ല, എന്തൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക, കാരണം എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് സാമ്പാറും കുറച്ച് മോരും. സൂപ്പറായിട്ടുണ്ട്. അപ്പം ചേച്ചിമാർ കഷ്ടപ്പെട്ടത് വെറുതെ അല്ല. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഫുഡൊക്കെ? എന്റെ പൊന്നേച്ചി, ഒരു രക്ഷയില്ല. ഞാനിവിടെ വന്ന് ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ബിസി ആയിരുന്നപ്പോൾ അതിനകത്തിലൊക്കെ പോയി. പക്ഷെ ഫുഡ് കഴിക്കാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ, എന്താ ഞാൻ ഫുഡ് കഴിക്കാൻ വൈകി പോയെന്നുള്ള ആ ഒരു സീനായി പോയി. അത്രയും കിടിലൻ ഫുഡ്. എല്ലാം നോക്കുകയാണെങ്കിൽ, ഞാൻ റോസ്റ്റ് ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കിടിലൻ. ടേസ്റ്റ് വൈസ് ആണെങ്കിലും എനിക്കൊന്നും ഫ്രഷ് ആയതിന്റെ ആ ഒരു ഗുണം ഇവിടുത്തെ ഊണിൽ കാണാനുണ്ട്. അതെ, അപ്പോ മറക്കണ്ട, ഇത്രയും കിഡിലൻ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് വന്ന ഒരു കിഡിലൻ ഊണ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ കിഡിലൻ ഊണ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടത് നമ്മുടെ വൈക്കത്തുള്ള നമ്മുടെ വൈക്കം
ഫിഷ് ഫാം പ്ലസ് എന്താ അക്വ ടൂറിസം വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്പോട്ടിലേക്കാണ്. അപ്പം അല്ല ചേച്ചി നല്ല കിടിലൻ ഊണുമായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും. ഒരു കാര്യം കൂടി ഉണ്ട്, ഫുഡ് ഇച്ചിരി സ്ഥലം ബാക്കി വെക്കണം. ഉറപ്പായിട്ടും പൈനാപ്പിൾ ഓക്കെ. അപ്പോൾ ലെറ്റ്സ് കാൽക്കുലേറ്റ് എന്ന സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫിഷ് ഫാമിലെത്തി ഇവിടുത്തെ ആക്ടിവിറ്റീസും ഫുഡും ഒക്കെ ആസ്വദിച്ച് ഈ ഡേ ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഡേ വന്ന് ഇവിടെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ എത്ര രൂപ നമുക്ക് ചിലവാകും എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ പാക്കേജ് റേറ്റ് വരുന്നത് 400, 600, 1250 എന്നിങ്ങനെയാണ്. ഞങ്ങളെടുത്ത പാക്കേജ് 400 ആയിരുന്നു. അത് തന്നെ നമ്മൾ വന്നത് ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടോ അല്ലെങ്കിൽ ഷെയർഡ് കാറോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാകുന്നത് 100 മുതൽ ഒരു 200 വരെ ആയിരിക്കും. അതിനുശേഷം നമ്മൾ വല്ല സ്നാക്സോ വെള്ളമോ ഒക്കെ കരുതുന്നുണ്ടെങ്കിൽ അതിന് കൂടി പോയി ഒരു 100 രൂപയാകും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം കൂടി ഒരാൾക്കായത് വെറും 600 to 700 വരെയാണ്. ഒരു ദിവസം ആസ്വദിക്കാൻ അല്ലെങ്കിൽ തിരക്കിൽ നിന്നൊക്കെ മാറി നമുക്ക് കിടിലനായിട്ട് സമാധാനപരമായിട്ട് ഇരിക്കാൻ കുറേയധികം ചിലവാക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ ഇന്ന് മാറി മറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ സ്പോട്ടുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.